വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഓസിയ 5-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളെയും അവരുടെ പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും കുറ്റപ്പെടുത്തുന്നു. അവർ വിഗ്രഹാരാധനയിൽ വീണു, ദൈവത്തിന്റെ നിയമം മറന്നു, അന്യായം ചെയ്തു. ഇതിന്റെ ഫലമായി ദൈവത്തിന്റെ ശിക്ഷ അവരെ ബാധിക്കും. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഓസിയ 5-ാം അധ്യായം 4-ാം തിരുവചനം. ഓസിയ 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിങ്കൽ തിരിഞ്ഞുവരാൻ ആഹ്വാനം ചെയ്യുന്നു. അവർ തിരിച്ചുവരുമ്പോൾ ദൈവം അവരെ സുഖപ്പെടുത്തുകയും ജീവിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ ഭക്തി സ്ഥിരതയില്ലാത്തതും ദൈവം അവരുടെ ഉപരിപരിചിതമായ ആരാധനയെ നിരസിക്കുന്നതുമാണ്. വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ചുകിട്ടും. ഓസിയ 6-ാം അധ്യായം 1-ാം തിരുവചനം. ഓസിയ 7-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ പാപങ്ങളും അവരുടെ നേതാക്കളുടെ അഴിമതിയും കുറ്റപ്പെടുത്തുന്നു. അവർ ദൈവത്തെ വിട്ടുമാറി വിഗ്രഹാരാധനയിൽ, കപടതയിൽ, ദ്രോഹത്തിൽ, അന്യായത്തിൽ മുഴുകി അവരുടെ ഹൃദയം ദൈവത്തിങ്കൽ തിരിയാതെ സ്വന്തം വഴികളിൽ നടക്കുന്നു. അവരുടെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല. അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു. അവ എന്റെ കൺമുമ്പിലുണ്ട്. ഓസിയ 7-ാം അധ്യായം 2-ാം തിരുവചനം. ഓസിയ 8-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ വിഗ്രഹാരാധനയും അന്യദേശങ്ങളോടുള്ള ആശ്രയവും കുറ്റപ്പെടുത്തുന്നു. അവർ ദൈവത്തിന്റെ നിയമം മറന്നു, സ്വന്തം വഴികളിൽ നടന്നു, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചു. ഇതിന്റെ ഫലമായി ദൈവത്തിന്റെ ശിക്ഷ അവരെ ബാധിക്കും. അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യും. വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല, അത് ധാന്യം നൽകുകയില്ല. നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. ഓസിയ 8-ാം അധ്യായം 7-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.